എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്, ഒരു മെഴുക്കുവരട്ടി. എല്ലാവർക്കും അറിയാവുന്ന ഒന്ന് തന്നെയാണ്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഇവിടെ കാണിച്ചിരിക്കുന്നത്. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് കോവയ്ക്കയാണ്. അപ്പോൾ കോവയ്ക്ക ഞാനൊന്ന് കഴുകിയിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് വിഷാംശങ്ങളൊന്നുമില്ല, കാരണം നമുക്കത് വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കോവയ്ക്ക പല രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒന്നെങ്കിൽ വട്ടത്തിലെടുക്കാം, അല്ലെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുന്നൊരു വെജിറ്റബിൾ ആണെങ്കിലും ഒരുപാട് വിറ്റാമിനുകൾ ഉള്ള ഒന്നാണ്. ധാരാളം ഫൈബർ കണ്ടന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിന് ഇത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് കേട്ടോ. ഇത് പച്ചയ്ക്ക് കഴിക്കുന്നതും വളരെ നല്ലതാണ്. കോവയ്ക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വെജാണ്, പക്ഷെ ഇതുപോലെ തയ്യാറാക്കി നോക്കൂ, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ധാരാളം ഫൈബർ കണ്ടന്റ് ഉണ്ട്. ഈ ദഹനത്തിന്റെ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഇത് ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പോൾ കോവയ്ക്ക് കിട്ടുക വെച്ചാൽ തോരനായിട്ടോ അതുപോലെ തന്നെ മെഴുക്കുവരട്ടിയായിട്ടോ ഒക്കെ കറിവെച്ച് കഴിക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ നൈസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക വെച്ചാൽ നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണ കൊടുക്കേണ്ടി വരില്ല. ഈ വെണ്ടക്ക കോവയ്ക്കൊക്കെ മെഴുക്കുവരട്ടി വെക്കുമ്പം അത്യാവശ്യം നന്നായിട്ട് വെളിച്ചെണ്ണ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒന്ന് കനം കുറഞ്ഞ് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണ ചേർക്കുന്നത് ഒന്ന് അവോയ്ഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കോവയ്ക്കയൊക്കെ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വെജിറ്റബിൾ ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളൂ. അതിനുശേഷം കുറച്ച് പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുത്തത്, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. അപ്പം ഞാൻ ഇതിനകത്തേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി കടുക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണം വെച്ചാൽ കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പെരിഞ്ജീരകം നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഒരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വറ്റൽമുളക് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ ആ ചേർത്ത് കൊടുത്ത വറ്റൽമുളക് ഒന്ന് ഫ്രൈ ആയി കിട്ടണം കേട്ടോ. അതുവരെ നമ്മളൊന്ന് ചൂടാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. അപ്പോൾ വളരെ കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ എൻ്റെ അടുത്ത് ഉണ്ടായുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർത്ത് കൊടുത്തുള്ളൂ. കറിവേപ്പിലേക്ക് എത്രയാച്ചാൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, ഒരു 6-7 അത്രേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 4 അല്ലി വെളുത്തുള്ളി. അപ്പം മെഴുക്കുവരട്ടി നമ്മൾ പല രീതിയിൽ തയ്യാറാക്കുമല്ലേ. ഇപ്പം വെളുത്തുള്ളി ഒന്നും ചേർക്കാതെ മെഴുക്കുവരട്ടി നമ്മൾ തയ്യാറാക്കും. പക്ഷേ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു പ്രത്യേക ഫ്ലേവറാണ് നമ്മൾ ഇങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോൾ. ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം. അതിനുശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. ഇപ്പോൾ സവാള ഞാനൊരു ചെറുതേ എടുത്തിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് സവാള ചേർക്കണില്ല വെച്ചാൽ ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടും. ഞാനിപ്പം കുറച്ചേ ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഞാൻ അല്പം കൂടി കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുത്തത് കുറച്ച് കാന്താരി മുളകാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളക് ഇല്ല വെച്ചാൽ പച്ചമുളക് ചേർത്തോളൂ. കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് കാന്താരി മുളക് ചേർത്തിട്ട് ഈ മെഴുക്കുവരട്ടി തയ്യാറാക്കുമ്പം. അതിനുശേഷം നമ്മൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മെഴുക്കുവരട്ടി തോരനൊക്കെ തയ്യാറാക്കുമ്പം ഉപ്പ് ആദ്യം ഒരുപാട് അങ്ങ് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന കുട്ടികളോടാണ് പറയുന്നത്, അല്ലാത്തവർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. കാരണം മെഴുക്കുവരട്ടിയും തോരനൊക്കെ തയ്യാറാക്കി കഴിയുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉപ്പിടുമ്പം പാകത്തിന് തന്നെ ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് പൊടികൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കാന്താരി മുളകിന് അത്യാവശ്യം എരിവുള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് മുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ. എരിവക്കം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. അതൊന്ന് ഫ്രൈ ആയി കിട്ടണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റോടു കൂടി നമ്മുടെ മെഴുക്കുവരട്ടി കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ, മറക്കല്ലേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോരുത് കേട്ടോ. ഇതുവരെ നിങ്ങൾ എല്ലാവരും എനിക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. തുടർന്നും കൂടെ തന്നെ ഉണ്ടാവണേ. ഇപ്പോൾ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണേ, കാരണം ഇല്ലെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കോവയ്ക്ക ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. അപ്പോൾ കോവയ്ക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് പല വെജ് കൊണ്ടും ഇതുപോലത്തെ ഒരു മെഴുക്കുവരട്ടി തയ്യാറാക്കാം. അല്പം പെരിഞ്ജീരകമൊക്കെ ചേർക്കുമ്പം ഒരു പ്രത്യേക ഫ്ലേവറാണ് നമ്മുടെ ഈ മെഴുക്കുവരട്ടിക്ക് ഉണ്ടാവുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം.
നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത വെളിച്ചെണ്ണ മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക. അതിൻ്റെ ഒരു ആവി വെള്ളം വീണിട്ട് ഒന്ന് നമ്മൾക്ക് നന്നായിട്ട് കുക്കായി കിട്ടിക്കോളും. അപ്പോൾ അതാണ് ഞാൻ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ വെളിച്ചെണ്ണ ഒരുപാട് ചേർത്ത് കൊടുക്കാത്തതുകൊണ്ടേ ചിലപ്പോൾ അത് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ നമുക്കിതൊന്ന് ഫ്രൈ ആയി കിട്ടണം. രണ്ട് രീതിയിൽ എടുക്കാം. നമുക്ക് വേണമെച്ചാൽ ഒരുപാട് ഫ്രൈ ആക്കാണ്ട് എടുക്കാം. ഞാനിപ്പം കുറച്ച് ഫ്രൈ ആക്കിയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ദാ ഇപ്പോൾ തുറന്നു നോക്കിയപ്പം അത്യാവശ്യം നന്നായിട്ട് പാകമായി കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു സാധനം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ കുരുമുളക് പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുരുമുളക് പൊടി നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുരുമുളക് പൊടി നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടേ ചതച്ചിട്ട് കൊടുത്താൽ നമ്മൾ മെഴുക്കുവരട്ടി കഴിക്കുമ്പോൾ അത് കടിക്കും. കുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടാവില്ല. അതുകൊണ്ട് ഇതുപോലെ പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ ഇനി അടച്ചു വെച്ചാൽ ആവിവെള്ളം വീണിട്ട് നമ്മുടെ മെഴുക്കുവരട്ടി ഒന്ന് കുഴഞ്ഞു പോകും. നമ്മളിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ടാണല്ലോ എടുക്കുന്നത്. ഇനി ഇത് ഇത്രയും ഫ്രൈ ആക്കേണ്ട വെച്ചാൽ ഇപ്പം തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തോളൂ. ഹെൽത്തിന് ഏറ്റവും നല്ലത് ഒരുപാട് ഫ്രൈ ആക്കാതിരിക്കുക തന്നെയാണ്. പക്ഷേ ഈ കോവയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ നമുക്ക് അത്യാവശ്യം ഒന്ന് ഫ്രൈ ആക്കി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കിട്ടുക. പ്രത്യേകിച്ച് കുട്ടികൾക്ക്, അവർക്ക് അങ്ങനെ പച്ചക്ക് കഴിക്കുന്നതൊന്നും അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് അവർക്ക് തയ്യാറാക്കി കൊടുക്കുമ്പം അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആക്കി തന്നെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടൂ. കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, നമ്മൾ മുതിർന്നവർക്കും. അപ്പോൾ ഇപ്പം ഞാൻ എന്താ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും കൂടി ആ ഒരു തീയിലിരുന്നിട്ട് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി അല്ലെങ്കിൽ കോവയ്ക്ക ഫ്രൈ എന്നും പറയാം. നമ്മൾ അത്യാവശ്യം ഫ്രൈ ആക്കിയിട്ടാണല്ലോ ഇത് എടുത്തിരിക്കുന്നത്. ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്